ഇപ്പോൾ വരുന്ന ഒരു വലിയ വാർത്തയിലേക്ക് 24 മെഗാ ബ്രേക്കിംഗ്. ശബരിമല യുവതീ പ്രവേശനത്തിൽ ആചാര സംരക്ഷണത്തിന് അനുകൂലമായ നിലപാടെടുക്കാൻ സർക്കാർ. വൈകിട്ട് മന്ത്രിസഭായോഗത്തിലാകും നിർണായക തീരുമാനം. ഇതിനു മുമ്പ് LDF-ലെ ഘടകകക്ഷികളുമായി ആശയവിനിമയം നടത്തും. അതേസമയം യുവതീ പ്രവേശനം നിലനിർത്തണമെന്ന് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അച്യുതൻ, തെരഞ്ഞെടുപ്പ് അടുത്ത സമയമാണ്. ഇപ്പോൾ സർക്കാർ മുൻപുള്ള ആ ഒരു നിലപാടിൽ നിന്ന് മാറുന്നുവെന്നൊരു വാർത്തയാണല്ലോ വരുന്നത്. കൃഷ്ണ, സുപ്രീം കോടതി ഈ വിഷയത്തിൽ, അതായത് ശബരിമല യുവതി പ്രവേശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഈ വാദങ്ങൾ സമർപ്പിക്കാനായി കക്ഷികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്ന ദിവസം നാളെ അവസാനിക്കുകയാണ്. അതായത് ഈ മാസം 14-ന് മുൻപ് വാദങ്ങൾ എഴുതി നൽകാനായിരുന്നു ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് അന്ന് നിർദ്ദേശം നൽകിയിരുന്നത്. അതിനുശേഷമായിരിക്കും ഈ 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട് ഈ വിഷയങ്ങളിൽ വാദം കേൾക്കൽ ആരംഭിക്കുക. എന്തായാലും ദീർഘനാളത്തെ വാദം കേൾക്കലല്ല, മറിച്ച് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് വാദം കേട്ട് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാനാണ് സുപ്രീം കോടതിയും തീരുമാനിച്ചിരുന്നത്. ആ സാഹചര്യത്തിൽ നാളെ ആ വാദങ്ങൾ സമർപ്പിക്കാനുള്ള ദിവസം അത് നാളെ അവസാനിക്കുകയാണ്. അതിനിടയിലാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിലൊരു നിലപാട് തിരുത്താനുള്ള നീക്കങ്ങളിലേക്ക് നീങ്ങുന്നത്. നേരത്തെ ദേവസ്വം ബോർഡ് ഈ തീരുമാനം മാറ്റുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും? കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത്തരത്തിൽ അടുത്തു നിൽക്കെ സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്ക് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ ഈ യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നതായിരുന്നാലും ഏത് തീരുമാനമായിരുന്നാലും ഇതിനേറെ പ്രാധാന്യമുള്ള ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഈ ഒരു നിലപാട് മാറ്റാനുള്ള നീക്കങ്ങളിലേക്കാണ് നടക്കുന്നത്. അതിന്ന് ചർച്ച ചെയ്തൊരു തീരുമാനത്തിലേക്ക് എത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ ഇന്ന് ഇന്ത്യ യങ് ലോയേഴ്സ് അസോസിയേഷൻ സുപ്രീം കോടതിയിൽ വാദങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ആ വാദങ്ങളിൽ പറയുന്നത് യുവതി പ്രവേശന വിധി നിലനിർത്തണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് മുൻനിർത്തുന്നത്. സ്ത്രീകളുടെ അന്തസ്സുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന കാര്യം കൂടി പരാമർശിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആർത്തവത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തൽ അംഗീകരിക്കാനാവില്ല. അതുമാത്രമല്ല, ശബരിമലയെ ഒരു പ്രത്യേക വിഭാഗമായി കണക്കാക്കാനാകില്ല തുടങ്ങിയ കാര്യങ്ങളാണ് എഴുതി നൽകിയ വാദങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടത് എന്ന കാര്യം. എന്തായാലും ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിൽ ഏത് തരത്തിലുള്ള കാര്യം ഈ എഴുതി നൽകുന്ന വാദങ്ങൾ അത് മുൻനിർത്തി തന്നെയായിരിക്കും സുപ്രീം കോടതി ഈ വിഷയത്തിൽ വാദം കേൾക്കുമ്പോൾ സർക്കാരിന് സ്വീകരിക്കേണ്ടി വരുന്ന നിലപാട്. അപ്പോൾ എന്തായാലും ഈ സർക്കാരിന്റെ നിലപാട് സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു വ്യക്തത അത് എഴുതി നൽകുന്ന വാദങ്ങളിൽ കാണും. കൃഷ്ണ, ശരി, എന്തായാലും നാളെ നിലപാട് അറിയിക്കണം. ആചാര സംരക്ഷണത്തോടൊപ്പം നിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ മുൻ നിലപാടിൽ നിന്ന് എന്തുകൊണ്ട് മാറി? യങ് ലോയേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ ആ മുൻ നിലപാടിനെ അനുകൂലിച്ചിരുന്ന നിരവധി പേരോട് അതിനുള്ള ഒരു വിശദീകരണം കൂടെ നൽകേണ്ട ബാധ്യത പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന കാലത്ത് സർക്കാരിനുണ്ട്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.